ശുശ്രൂഷയുടെയും സാന്ത്വനത്തിൻ്റെയും സ്നേഹസ്പർശമായി മാറുന്ന നഴ്സുമാരെ വെള്ളരിപ്രാവുകളെന്ന് ആദ്യം വിളിച്ചത് ആരായിരിക്കും? ആരാണെന്ന് തൊട്ടുകാണിക്കാനോ പറയാനോ ആർക്കും കഴിയില്ല. എങ്കിലും മരണത്തിൻ്റെ മടിയിൽ കിടന്ന് മയങ്ങിപ്പോയി എന്ന് എല്ലാവരും കരുതിയ എത്രയോ രോഗികളെ സ്നേഹസ്പർശം കൊണ്ട് തൊട്ടുണർത്തിയ നഴ്സുമാരെ നന്ദിപുരസരം നോക്കി രോഗിത ഹൃദയങ്ങൾ നിശബ്ദമായി വിളിച്ച പേരായിരിക്കണം പ്രത്യാശയുടെ വെള്ളരിപ്രാവുകൾ എന്നത്. സ്നേഹോദരപൂർവമായ ആ വിളിക്ക് ഏറ്റവും കൂടുതൽ അർത്ഥം നൽകിയിട്ടുള്ളതും നൽകുന്നതും തീർച്ചയായും മലയാളികളായ നഴ്സുമാരാണ്. ഇന്ന് ലോകത്തെമ്പാടും മലയാളി നഴ്സുമാർ അത്രയേറെ ആദരിക്കപ്പെടുന്നു എന്നതാണ് അതിനു കാരണം. എന്തുകൊണ്ടാണ് ലോകത്തെവിടെയും മലയാളി നഴ്സുമാർക്ക് കൂടുതൽ പരിഗണന ലഭിക്കുന്നത്? ലോകത്തിൽ എവിടെ ചെന്നാലും അവിടെയെല്ലാമുള്ള ആശുപത്രികളിൽ മലയാളികളായ നഴ്സുമാരെ കാണാം. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിരവധി നഴ്സിംഗ് കോളേജുകളുണ്ട്. അവിടെ നിന്നെല്ലാം ആ നാട്ടുകാരായ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഓരോ വർഷവും കോഴ്സ് പാസ്സായി പുറത്തിറങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതു രാജ്യത്തും പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിൽ നഴ്സുമാരുടെ കാര്യത്തിൽ മുൻഗണന മലയാളികൾക്കു തന്നെയാണ്. അതിനു കാരണമെന്താണെന്ന് അധികമാരും അന്വേഷിച്ചു കാണില്ല. മലയാളികളായ നഴ്സുമാർക്ക് മറ്റു നാട്ടിൽ നിന്നുള്ളവരെക്കാൾ എന്ത് പ്രത്യേകതയാണുള്ളത്? കാനഡയിലെ ഒരു സീനിയർ ഡോക്ടർ പറഞ്ഞ കാരണം മലയാളി പെൺകുട്ടികൾക്ക് താരതമ്യേന ബുദ്ധിശക്തി കൂടുതലാണ് എന്നാണ്. ഒരു രോഗിയുടെ ആരോഗ്യനില പെട്ടെന്ന് വഷളായി എന്നിരിക്കട്ടെ, ഒരുപക്ഷെ അത് അർദ്ധരാത്രിയിലായിരിക്കും. രാത്രി ഡ്യൂട്ടിയിലുള്ള നഴ്സുമാർ മാത്രമായിരിക്കും ചിലപ്പോൾ ആശുപത്രിയിൽ ഉണ്ടാകുക. വിദഗ്ധനായ റെസിഡൻറ്റ് ഡോക്ടറെയോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെയോ അടിയന്തരമായി ആശുപത്രിയിൽ കൊണ്ടുവന്നതിനു ശേഷമേ ആ രോഗിയെ രക്ഷിക്കുന്നതിനുള്ള ചികിത്സ നൽകാൻ കഴിഞ്ഞു എന്ന് വരികയുള്ളൂ. ആ ഡോക്ടർമാർ ആശുപത്രിയിൽ എത്തിച്ചേരുന്നതിനുള്ള സമയത്തിനിടയിൽ രോഗിയുടെ ജീവൻ നിലനിർത്താൻ ഏതു മരുന്നാണ് അടിയന്തരമായി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ഇഞ്ചക്ഷനാണ് അടിയന്തരമായി നൽകേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധിശക്തി മലയാളിയായ ഒരു നഴ്സിന് മറ്റാരെയുംക്കാൾ കൂടുതലുണ്ടെന്നാണ് ആ കനേഡിയൻ ഡോക്ടർ പറഞ്ഞത്. അതേസമയം സേവന കാര്യത്തിൽ ഒരു അർപ്പണ മനോഭാവം തന്നെ മലയാളി നഴ്സുമാർ പ്രകടിപ്പിക്കാറുണ്ടെന്ന വസ്തുതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തീർച്ചയായും അതിനൊക്കെ അപവാദമായ ചില മലയാളി നഴ്സുമാരും ഇല്ലാതില്ല. അതെല്ലാം മനുഷ്യ സഹജവും ലോക സഹജവുമാണല്ലോ. പ്രായം ചെന്നവരുടെ പരിരക്ഷയെന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ വലിയ ഉത്കണ്ഠയാണിപ്പോൾ. മുതിർന്ന പൗരന്മാരുടെ ജീവിത സൗകര്യങ്ങൾക്കു വേണ്ടി വലിയ തുക തന്നെയാണ് അവിടെ ഭരണകൂടങ്ങൾ ചെലവഴിക്കുന്നത്. പാശ്ചാത്യ നാടുകളിലെ കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ പ്രായം ചെന്ന മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോവുകയാണ് ജീവിത സായാഹ്നങ്ങളിൽ. അങ്ങനെയുള്ളവർക്ക് പാർക്കാൻ ധാരാളം വൃദ്ധസദനങ്ങളും ആ രാജ്യങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. വൃദ്ധസദനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിലുള്ള അനാഥാലയങ്ങളല്ല, മറിച്ച് എല്ലാ ആധുനിക സൗകര്യങ്ങളോടെയും വൃദ്ധജനങ്ങൾക്കായി ആരംഭിച്ചിട്ടുള്ള ഒരു ഓൾഡ് ഏജ് ഹോമുകൾ. ആ സ്ഥാപനങ്ങളിൽ നഴ്സുമാരുടെ സേവനവും സർക്കാരുകൾ ലഭ്യമാക്കുന്നുണ്ട്. അവിടെയും മലയാളി നഴ്സുകൾക്കാണ് പരിഗണന. കാരണം ആ നഴ്സുമാരുടെ പരിചരണത്തിൽ സ്നേഹത്തിൻ്റെ സ്പർശമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മറ്റു രാജ്യത്തിൽ നിന്നുള്ള നഴ്സുമാരിൽ പലർക്കും ശമ്പളത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് താല്പര്യം. അവർ നൽകുന്ന പരിചരണത്തിൽ സ്നേഹവാത്സല്യങ്ങളുടെ സ്പർശമേ ഉണ്ടാകാറില്ലത്രേ. മലയാളി നഴ്സുമാരുടെ ത്യാഗസുരഭിലമായ സേവനത്തിൻ്റെയും ദീനാനുകമ്പയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും വേദനാജനകമായ വിളംബരമായിരുന്നു വിനീതയുടെയും രമ്യയുടെയും ജീവത്യാഗം. 2012 കേരളത്തിൻ്റെ കണ്ണുകളെ അക്ഷരാർത്ഥത്തിൽ ഈറനണിയിച്ചു ആ രണ്ട് വെള്ളരിപ്രാവുകളുടെ ജീവത്യാഗം. ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച ഒന്നായിരുന്നു കൊൽക്കത്ത നഗരത്തിലുണ്ടായ അഗ്നിദുരന്തം. നഗരത്തിലെ AMRI ആശുപത്രിയിൽ ഒരു അർദ്ധരാത്രിയിലുണ്ടായ അഗ്നിബാധയായിരുന്നു അത്. ബഹുനില കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ആ ആശുപത്രിയിൽ ഒട്ടനവധി ക്യാൻസർ രോഗികളുണ്ടായിരുന്നു. ആശുപത്രിയുടെ ബേസ്മെൻറ്റിൽ സൂക്ഷിച്ചിരുന്ന ഓക്സിജൻ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതാണ് വലിയ അഗ്നിബാധയായി മാറിയത്. രോഗികളിൽ അധികവും രക്ഷപ്പെടാനാവാത്ത വിധം അവശനിലയിലുള്ളവരായിരുന്നു. അവിടെ നഴ്സുമാരായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു കോട്ടയം ജില്ലയിലെ കോതനല്ലൂർക്കാരിയായ വിനീതയും ഉഴവൂർക്കാരിയായ രമ്യയും. തീ പടർന്നപ്പോൾ ആശുപത്രിയുടെ ചുമതലക്കാരും മറ്റു പല ജീവനക്കാരും സ്വന്തം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. 7 നിലകളിലെ ആശുപത്രി വാർഡുകളിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുന്ന രോഗികളിൽ നിന്നും, പരസഹായമില്ലാതെ കട്ടിലിൽ നിന്ന് അനങ്ങാൻ കഴിയാത്ത രോഗികളിൽ നിന്നും കൂട്ടനിലവിളി ഉയർന്നു.
തൊട്ടടുത്ത ചേരിപ്രദേശങ്ങളിൽ നിന്ന് പാഞ്ഞെത്തിയ പാവപ്പെട്ട യുവാക്കൾ ചില്ലുവാതിലുകളും ജനാലകളും തകർത്തുകയറി പലരെയും രക്ഷപ്പെടുത്തി. അല്ലെങ്കിലും സാധുക്കൾക്കും പാവങ്ങൾക്കുമാണല്ലോ യഥാർത്ഥ മനുഷ്യസ്നേഹം. എങ്കിലും ആകെയുണ്ടായിരുന്ന 164 രോഗികളിൽ 93 പേരും ആ അഗ്നിബാധയിൽ മരണമടഞ്ഞു. ആ മരണവെപ്രാളത്തിനിടയിൽ രമ്യയും വിനീതയും സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് രോഗികളെ ഓരോന്നായി താങ്ങിയെടുത്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു. മുകൾ നിലകളിൽ നിന്ന് പലരെയും താങ്ങിയെടുത്ത് 8ഓളം രോഗികളെ താഴെ കൊണ്ടുവന്ന് അവർ രക്ഷപ്പെടുത്തി. ഒടിവും ചതവുമായി കിടന്ന മറ്റൊരു രോഗിയെ രക്ഷിക്കാൻ 2 പേരും വീണ്ടും മുകൾ നിലയിലേക്ക് ഓടിക്കയറുമ്പോൾ അഗ്നിക്കിരയായി അവർ ദാരുണമായി മരണപ്പെടുകയായിരുന്നു. എല്ലാ അർത്ഥത്തിലും ത്യാഗത്തിൻ്റെ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെട്ട 2 വെള്ളരിപ്രാവുകളുടെ ജീവൻ. ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾക്കിടയിൽ നാട്ടിലേക്ക് സെൽഫോണിൽ വിളിച്ച് രമ്യ തൻ്റെ അമ്മയോട് അവസാനമായി പറഞ്ഞ വാക്കുകൾ ആശുപത്രിക്ക് തീപിടിച്ചിരിക്കുന്നു, ശ്വാസം മുട്ടുന്നു, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് കുടുംബങ്ങളെ രക്ഷപ്പെടുത്താനാണ് ബാങ്ക് വായ്പ വാങ്ങി രമ്യയും വിനീതയും നഴ്സിംഗ് പഠനത്തിന് പോയത്. ആ കുടുംബാംഗങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആ ദുരന്തത്തോടെ എരിഞ്ഞടങ്ങുകയും ചെയ്തു.